ഞാനിപ്പോൾ ഇവിടെ വന്ന് വാർഡിൽ കഴിയുന്നവരെ കാണാൻ വേണ്ടി പോയിരുന്നു. ഡോക്ടേഴ്സുമായി സംസാരിച്ചു. ഡോക്ടേഴ്സ് പറയുന്നത് 3-4 പേരുടെ ഇപ്പോൾ അവസ്ഥ ഇപ്പോഴും ഗുരുതരാവസ്ഥയാണ്. ഒരു 4 പേരെ വാർഡിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഏതായാലും ഡോക്ടേഴ്സിൻ്റെ എല്ലാ പരിശ്രമവും ഈ അത്യാസന്ന നിലയിൽ കിടക്കുന്ന ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നടപ്പാക്കുന്നതാണ് പറയുന്നത്. ഇത് വളരെ നമുക്കറിയാം, നമ്മളെല്ലാം നടുക്കിയ വളരെ ദാരുണമായ സംഭവമായി പോയി. ഇതിലിപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇവിടെ ഇനിയും തിരിച്ചറിയേണ്ട ഡെഡ് ബോഡീസ് ആരുടേതാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, അതിനുവേണ്ടിയുള്ള DNA ടെസ്റ്റ് നടത്തുക, മരിച്ചുപോയവരുടെ കുടുംബത്തെ സഹായിക്കുക. അതുപോലെ തന്നെ ചില മൃതശരീരങ്ങൾ നമുക്കറിയാം അവശിഷ്ടങ്ങൾ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്, അതെല്ലാം ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അത്തരം നടപടികൾ പൂർത്തീകരിച്ച് ഇതിൻ്റെ ആരാണ് മരിച്ചതെന്ന് കണ്ടെത്തി അതിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇനിയും പറയുന്നത് കണ്ടെത്താനുണ്ട് ചില ആളുകളെ, അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തുക. ഇത്രയും കാര്യങ്ങൾ നടത്തുക എന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക, അവരുടെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റെല്ലാ നടപടിക്രമങ്ങളും മാറ്റിവെച്ച് അവരുടെ കുടുംബത്തിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം, കുറ്റപ്പെടുത്തുക അല്ല ഇപ്പോൾ വേണ്ടത്. നമുക്കൊരു കാര്യം ഇനിയും നമ്മളൊരു പാഠമായിട്ടെടുക്കണം. ഇത്തരം ദാരുണ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, ഈ വെടിക്കെട്ട് പോലെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ശാസ്ത്രീയമായ പുതിയ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇത് നിർമ്മിക്കുന്ന നിർമ്മാണശാല അത് കുറച്ചുകൂടി നമുക്കറിയാം അവിടെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാകുന്നതിനും ഈ നിർമ്മാണശാലയ്ക്ക് അടുത്ത് ഫയർഫോഴ്സിൻ്റെയും അതുപോലെ മറ്റ് അടിയന്തരമായി നടപ്പാക്കേണ്ട ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനം കൂടി ഏർപ്പെടുത്താൻ ഈ സംഭവങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. അത്ര സംഭവം കൂടി വേണമെന്നുള്ള അഭിപ്രായമാണ്. ഈ ICUവിൽ കഴിഞ്ഞ ആളുകളെയാണോ വാർഡുകളിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞത്? അങ്ങനെ ICUവിൽ കഴിഞ്ഞപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ബേൺ ICUവിൽ കിടക്കുന്ന ആളുകളുണ്ട്, അവരിപ്പോൾ അവിടെ തന്നെ കിടക്കുന്നു. വാർഡുകളിൽ കിടക്കുന്ന ആളുകൾ അവരോട് ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് 3-4 പേരുടെ അവസ്ഥ ചിലത് 80% കൂടുതൽ എന്നവരുണ്ട്. അവരുടെ അവസ്ഥ ഗുരുതരമായി ഇപ്പം തന്നെ തുടരുന്നു. എന്നാൽ പോലും വേണ്ടത്ര ചികിത്സകൾ കൊടുക്കുന്നുണ്ട്. കുറച്ച് പരിക്ക് പൊള്ളൽ ചെറിയ തോതിൽ പറ്റിയ ആളുകളെയാണ് ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിയിരിക്കുന്നത്.